വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടൂളിന്റെ പേരാണ് നാപ്കിൻ AI. ഇതെന്ന് പറയുന്നത് ഏത് ബോറിംഗ് ഡോക്യുമെന്റ്സിനെ നല്ല വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് നമ്മുടെ പ്രസന്റേഷൻ, PPT അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ കഥകളൊന്നുമില്ല, നമുക്ക് ഇപ്പൊ തന്നെ AI ടൂളിലേക്ക് പോയിട്ട് അതിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് കാണാം. സോ ഇത് ടൂളിന്റെ പേരാണ് നാപ്കിൻ AI. ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി napkin.ai എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ അറിയാം, ഗെറ്റ് വിഷ്വൽസ് ഫ്രം യുവർ ടെക്സ്റ്റ്. നാപ്കിൻ ടേൺസ് യുവർ ടെക്സ്റ്റ് ഇൻ ടു വിഷ്വൽ, സോ ഷെയറിംഗ് യുവർ ഐഡിയാസ് സോ ക്വിക്ക് ആൻഡ് എഫക്റ്റീവ്. എല്ലാവർക്കും അറിയാം, വിഷ്വൽ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്പീൽ ചെയ്യും. സോ മൈൻഡ് മാപ്സ്, ഫ്ലോ ചാർട്ട്, ഡേറ്റ ഗ്രാഫിക്സ്, മെറ്റഫോർസ്, എവറിഥിങ് നമുക്ക് ഈ നാപ്കിൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്യുമെന്റ്സ്, നോഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വിഷ്വൽസ് ജനറേറ്റ് ചെയ്യാം, പിന്നീട് പോളിഷ് ചെയ്യാം. അങ്ങനെയാണ് അത്. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് വരുമ്പോൾ കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ChatGPT പോലുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ടെക്സ്റ്റ് ആയിരിക്കും. ആ ടെക്സ്റ്റിനെ നമുക്ക് വിഷ്വൽസ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PPT ആയിട്ട് ഉണ്ടാക്കാം, ബ്ലോഗ് ആക്കാം, അങ്ങനെ പല സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലയിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അവിടെയാണ് ഈ നാപ്കിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ChatGPT സെർച്ച് ചെയ്തതാണ് ഗ്ലോബൽ EV മാർക്കറ്റ് ഷെയർ ബൈ മാനുഫാക്ചറർ. സോ അവർ തന്ന ഡോക്യുമെന്റ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. റീഡ് ചെയ്യാൻ താല്പര്യം പോലും ഒന്നും വരില്ല നമുക്ക്. സോ ഞാൻ എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ് തൽക്കാലത്തേക്ക്. എന്താണ് നാപ്കിന് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നാപ്കിന്റെ പ്രൈസിങ്ങും കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം. ഇപ്പം ഫ്രീ ഫോർ എവർ ആണ്. 500 AA ക്രെഡിറ്റ് ഉണ്ട്, അൺലിമിറ്റഡ് വിഷ്വൽ എഡിറ്റിംഗ്, HTML, PDF HTML ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റൈല് ഫോണ്ട് ഒക്കെയാണ്. പിന്നെ പ്ലസിലാണെങ്കിൽ $9 പെർ മന്ത് ആണ്. അത് ക്രെഡിറ്റ് കൂടുതലായിരിക്കും AI യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഓക്കെ. സോ എന്തായാലും ഞാൻ സൈൻ ഇൻ ചെയ്യാൻ പോവാണ്. നിങ്ങളാണെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ഗൂഗിൾ ഉപയോഗിച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു നാപ്കിനും ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും, ന്യൂ നാപ്കിൻ. ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷൻ ആണ് കാണുന്നത്: ഡ്രാഫ്റ്റ് വിത്ത് AI, ഇമ്പോർട്ട് ഫ്രം ഫയൽ ആൻഡ് ബ്ലാങ്ക് നാപ്കിൻ. സോ നമുക്കാണെങ്കിൽ ഇവിടുന്ന് ബ്ലാങ്ക് നാപ്കിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നോട്ട് പാഡ് പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ താഴെ വളരെ മിനിമലിസ്റ്റ് ആണ്. 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാണ് സ്പാർക്ക് സെർച്ച്, ലേബൽ, സ്കെച്ച് ആൻഡ് ഇമേജ്. സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഡയഗ്രാം ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ സ്കെച്ച് എടുത്തിട്ട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാനാണെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരച്ച് ചുമ്മാ എന്റെ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇവിടെ ഓപ്ഷൻസും തരുന്നുണ്ട്. സോ ഞാനത് ഓപ്ഷൻസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു സർക്കിളും കൂടെ വരയ്ക്കുകയാണ്. സോ അവിടെയും നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ട്, സർക്കിള്. എന്നിട്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ലൈക്ക് നോർമലി വരയ്ക്കുന്ന പോലെ. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും ലേബൽ ചെയ്യണം. സോ ഞാൻ ഇതിനകത്ത് ലേബൽ ചെയ്യുകയാണ്. ഐഡിയ, അത് ലേബൽ ചെയ്യുന്നത് നമുക്ക് എല്ലാം ബോൾഡ്, ഇറ്റാലിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇമേജ് ക്ലിക്ക് ചെയ്താൽ തന്നെ അറിയാം, ഒന്നുകിൽ അപ്ലോഡ് ചെയ്യാം, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇമേജ്. സോ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, പകരം ഞാനാണെങ്കിൽ സ്പാർക്ക് സെർച്ച്, ഇതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇപ്പൊ ഞാനാണെങ്കിൽ ഡേറ്റാബേസിന്റെ ഒരു സിമ്പിൾ വേണമെന്ന് വെച്ചോ, ഞാൻ ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും. അതിനുശേഷമാണെങ്കിൽ അതിന്റെ കളറ് എന്തൊക്കെ മാറ്റി കൊടുക്കണോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ബാക്ക്ഗ്രൗണ്ട്സ് ഇടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതുപോലെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എവറിഥിങ് നമുക്ക് നോർമലി വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരാറുണ്ട്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീന് വേണമായിരുന്നു എനിക്ക്, അത് വലുതാക്കി. ഓക്കെ, അതിനുശേഷം പെന്ന് വെച്ച്. സോ അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാപ്കിനാണ്, ഒരു പീസ് ഓഫ് പേപ്പറിൽ എന്താണ് ഐഡിയ വരയ്ക്കുന്നത് അതൊക്കെ നന്നായിട്ട് വരച്ചു വെക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സി, നമ്മൾ നെയിം കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്, ഫസ്റ്റ് നാപ്കിൻ. സോ ഇതാണ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത്. സോ ഇത് ഓക്കെ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പെൻ ആൻഡ് പേപ്പറിൽ വരയ്ക്കുന്ന സാധനം അതേപടി വരയ്ക്കുക എന്നുള്ളത്. ബട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ, 3 ഓപ്ഷൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷൻസിലേക്ക് പോകും. രണ്ടാമത്തെന്ന് പറയുന്നത് ഇമ്പോർട്ട് ഫ്രം എ ഫയൽ ആണ്. സോ ഞാനിപ്പം ഇമ്പോർട്ട് ഫ്രം ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഓപ്ഷൻ വരും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പേ നമ്മൾ കണ്ട ബോറിംഗ് ഡോക്യുമെന്റ്സ് നമുക്ക് അവിടേക്ക് ഇട്ട് കൊടുക്കാം. എവിടെയാണ് ഡോക്യുമെന്റ്സ്? ആ ബോറിംഗ് ഡോക്യുമെന്റിലേക്ക് ഇട്ട് കൊടുത്തു. അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ChatGPT ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. സോ
ഈ ഫസ്റ്റിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, നോ ബഡി വിൽ അണ്ടർസ്റ്റാൻഡ്, അമ്മാതിരി ടെക്സ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ നാപ്കിനിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ജനറേറ്റ് വിഷ്വൽസിൽ ഒരു ക്ലിക്ക് ചെയ്യുക. സോ അവർ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം അതിനോട് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് തരും. ഈ ഗ്ലോബൽ EV മാർക്കറ്റ് ലീഡേഴ്സ്, BYD ആണ് ഫസ്റ്റ്, ടെസ്ല സെക്കൻഡ്, ആ രീതിയിൽ വേറെ സജഷൻസും സ്റ്റൈലുകളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. മേ ബി ഈ ഒരു സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇതും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഇത്രയും ഐഡിയ ഇതിനകത്താണെങ്കിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇതിനോടുകൂടി അവർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ സ്റ്റൈൽസ്, അതായത് മൊത്തത്തിലുള്ള സ്റ്റൈൽസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സാറ്റിസ്ഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലും കുറേ ഓപ്ഷൻസ് വരും. നമ്മൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് ക്ലിക്ക് ചെയ്താൽ അത് അവിടെ വരും. അത് കൂടാതെ അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ, ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഓപ്ഷൻസ് വരും. പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നീട് സ്റ്റൈല് ചേഞ്ച് ചെയ്യുക, ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. വീണ്ടും മാറ്റാം. ബ്ലാക്കിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതിലും, ഗ്രേ ആക്കി കഴിഞ്ഞാൽ ഇതിലും. സോ വൈറ്റ് ആണ് ബെറ്റർ. സോ വൈറ്റിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ചെയ്യാം. PPT, PDF, പ്രസന്റേഷൻ, ആ രീതിയിൽ. പിന്നീട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്കിപ്പം ഈ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒന്നുകൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള പല ഡോക്യുമെന്റ്സും നമുക്കാണെങ്കിൽ ഇതേപോലെയുള്ള വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഇമേജസ് ആഡ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. ചൈനീസ് EV മാർക്കറ്റ് ആണ് ഷെയർ ബൈ ബ്രാൻഡ് കാണിക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ഓപ്ഷന് ഞാൻ ചൂസ് ചെയ്തെന്ന് വെച്ചോ. അതിനകത്താണെങ്കിൽ ഈ ആസ്പെക്ട് റേഷ്യോ ഞാൻ മാറ്റി നോക്കുകയാണ്. എനിക്ക് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ പോയിട്ട് മാറ്റാൻ പറ്റും. മാറ്റിയതിന് ശേഷം ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ടെസ്ല ടു അതർ ബ്രാൻഡ്സ് ഒരു കണക്ഷൻ ഇടണമെങ്കിൽ ഐ ക്യാൻ ഡു ദാറ്റ് കണക്ഷൻസ്. കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കെട്ടണമെങ്കിൽ ഫിഗർ 1 ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കെറ്റുകയും ചെയ്യാൻ പറ്റും. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിന്റെ. ഓക്കെ, പിന്നീട് നാപ്കിൻ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് വിത്ത് AI എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഡയറക്ട്ലി പ്രോംപ്റ്റ് കൊടുത്തിട്ട് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഹയറിംഗ് ഇന്റർവ്യൂ, പിക്കിംഗ് ദ റൈറ്റ് CRM ഫോർ. സോ പല രീതിയിലുള്ള ടെക്സ്റ്റ് ഈ AI വെച്ച് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ChatGPT അതുപോലെ ജെമിനി അവിടെ നിന്നൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത്. പിന്നീട് വേറെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റൈൽസ്, പല സ്റ്റൈൽസിനുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് എടുക്കാം. മോണോക്രോം, ക്രോപ്പ് റേറ്റ്, ക്ലീൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എനിക്ക് നമുക്കായിട്ട് ആ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് പെയ്ഡ് വേർഷൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് ടോപ്പിൽ ഷെയർ ചെയ്യാം. ആസ് യൂഷ്വൽ ഇപ്പൊ എല്ലാവർക്കും ഷെയറും ഡൗൺലോഡും ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. ലൈബ്രറിയിൽ ഇപ്പം ഇതെടുത്തതിന് ശേഷം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റും. ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മറ്റേ ChatGPTയും ജെമിനിയും ഒക്കെ ആണെങ്കിൽ വളരെ ബോറിംഗ് കണ്ടന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടന്റ് എന്ന് വെച്ചാൽ എല്ലാം ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അടിപൊളി വിഷ്വൽസ് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ സംഭവം യൂസ് ചെയ്യാം. അത് പ്രസന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ബെറ്റർ ആണ് ഈ ടൂള്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.